Hi, hello everyone. So welcome back to my channel Story Time by Ummu Kulsu. So today's video is all about a glow up. Guys, it's my birthday. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ് ഇപ്പോഴല്ല ഇന്നല്ല അടുത്ത ദിവസമാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി ബർത്ത്ഡേസിലൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്കൊരു ഗ്ലോ അപ്പ് ഹെയർ കട്ട് ഹെയർ സ്റ്റൈലിംഗ് നെയിൽസ് ഡൺ അങ്ങനെ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ആസ് എ പാർട്ട് ഓഫ് സെൽഫ് ലവ്. സോ ദിസ് ടൈം ഞാൻ ഹെയർ കട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഐ തോട്ട് ഓഫ് ഡൂയിങ് എ നെയിൽ തിങ് ദിസ് ടൈം ബിക്കോസ് നെയിൽ ഒരു കളർ മാറ്റാമെന്ന് വിചാരിച്ചു. ആക്ച്വലി എൻ്റെ കയ്യിലുള്ള ഇപ്പോഴത്തെ കളർ ഇതാണ്. ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ കളർ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ആക്ച്വലി വിയറ്റ്നാമിൽ പോയപ്പോൾ ചെയ്തതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം 2 months ഐ തിങ്ക് ഐ വെൻ ബൈ ബിഫോർ ഒക്ടോബർ. ആക്ച്വലി ഒക്ടോബർ ഫസ്റ്റ് വീക്ക് എന്തോ ആണ് ഞാൻ പോയത്. ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ. ഇപ്പോൾ നവംബർ എൻഡ് ആവുകയാണ്. അപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നെയിൽസ് പ്രിറ്റി മച്ച് നല്ല രീതിയിൽ തന്നെ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ പക്ഷേ കളർ മാറ്റാമെന്ന് വിചാരിച്ചു ബിക്കോസ് ഇറ്റ്സ് മൈ ബർത്ത്ഡേ. സിൻസ് മൈ ബർത്ത്ഡേ ഐ നീഡ് ടു ഡു എ ചേഞ്ച്. ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ ട്രെൻഡിയസ് കളറാണ് ബർഗൻഡി, ചെറി കളർ, ചെറി റെഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ള കളർ തന്നെ ദിസ് ടൈം ഐ തോട്ട് ഓഫ് ഡൂയിങ്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു നെയിൽ ആർട്ട് വീഡിയോ ആണ്. അപ്പോൾ നെയിൽ ആർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആണിത്. പ്ലസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോറം മാളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഐ തോട്ട് ഓഫ് ഷൂട്ടിംഗ് ദാറ്റ് ഓൾസോ. ഇറ്റ് വിൽ ബി എ നൈസ് വീഡിയോ. ആൻഡ് ഓൾസോ എൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെയായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക ബിക്കോസ് ഇറ്റ് വിൽ ബി ക്വൈറ്റ് ഒരു പ്രൊഡക്റ്റീവ് വീഡിയോ ആവണമെങ്കിൽ കുറച്ച് സംഭവങ്ങൾ അതിൽ വേണമല്ലോ. സോ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യാൻ പോകുന്ന നെയിൽസ് ഞാനിവിടെ പിക്ചർ കൊടുക്കാം. ഇറ്റ് വിൽ ബി ജെൽ പോളിഷ് ഇൻ ബോത്ത് ദ ഹാൻഡ് ആൻഡ് ഒരു ഫിംഗറിൽ മാത്രം നെയിൽ ആർട്ടാണ് ഞാൻ ചെയ്യുന്നത് ബിക്കോസ് ഞാൻ എപ്പോഴും ഫുൾ നെയിൽ ആർട്ടാണ് ചെയ്യാറ്. ഞാൻ ഈ പ്രാവശ്യം അതൊന്നും മാറ്റി പിടിച്ചിട്ട് ഐ തോട്ട് ഓഫ് ഡൂയിങ് ഒരു ഫിംഗറിൽ മാത്രം നെയിൽ ആർട്ട്, ബാക്കി ഫുൾ ജെൽ പോളിഷ് വിച്ച് ഇസ് എ ട്രെൻഡിയസ് കളർ. ഐ എം വെരി എക്സൈറ്റഡ്. ചെയ്യാൻ പോകുന്നത് പനമ്പള്ളി നഗറിലുള്ള നെയിൽ ആർട്ട് ബൈ റിത മാത്തനിലാണ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു 1.5 years 2 years ആയിട്ട് അവിടെ തന്നെയാണ് എൻ്റെ നെയിൽസ് എല്ലാം ചെയ്യുന്നത്. എനിക്ക് നെയിൽസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടവുമാണ്. വേറെ കാര്യം ഐ റിയലി ലവ് ടു ഡു ദാറ്റ്. വെൻ എവർ വി സ്റ്റാർട്ടഡ് ടു ഡു ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ഡു ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അതൊരു അടിപൊളി കാര്യമാണ്. നമ്മുടെ നെയിൽസ് എപ്പോഴും നന്നായിട്ടിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി നൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂട്ടിനൊക്കെ ഇവൻ്റൊക്കെ വന്നാൽ എനിക്ക് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ബിക്കോസ് ഇറ്റ് വിൽ ബി പ്രിറ്റി ഗുഡ് നോ. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബർത്ത്ഡേ ഗ്ലോ അപ്പ് ടു ബി ഓണസ്റ്റ്. സോ എൻ്റെ ബർത്ത്ഡേ ആണ് December 3. അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ വേഗം അയച്ചു തരും കേട്ടോ. ഞാൻ അഡ്രസ്സ് അയച്ചു തരാമേ. ജസ്റ്റ് കിഡിങ്. ഓക്കെ അപ്പം അത്രേ ഉള്ളൂ. ഞാൻ ഇപ്രാവശ്യം ബർത്ത്ഡേ ഇറ്റ്സ് ലൈക്ക് നോർമൽ ഒരു ഇതായിട്ട് തന്നെയാണ് വിചാരിക്കുന്നത്. ബട്ട് ഒരു പ്രീ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ഒരു പീസ്ഫുൾ സ്ഥലത്ത് ബർത്ത്ഡേ സ്പെൻഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. എനിവേസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബർത്ത്ഡേ ഗ്ലോ അപ്പ് പ്ലസ് ഒരു എന്താ പറയുക ഷോപ്പിംഗ് കൈൻഡ് ഓഫ് വീഡിയോ. സോ യു ഗൈസ് ക്യാൻ സീ ഞാൻ ഓൾറെഡി റെഡി ആയിക്കോണം. അപ്പോൾ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ കാണിച്ചു. ഇറ്റ്സ് എ പാൻറ്റ്. ഇത് ആക്ച്വലി എനിക്ക് ലൂസാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മടങ്ങി വരുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ ബിക്കോസ് ഇതിൻ്റെ ഞാൻ മീഡിയമാണ് ആക്ച്വലി എടുത്തത്. മീഡിയം എടുത്തപ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നറിൻ്റെ ഒരു ലൈൻസ് കാണായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇന്നർ ലൈൻസ് കാണുന്നത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. സോ ഐ തോട്ട് ഓഫ് ചേഞ്ചിങ് ഇൻ ടു ലാർജ് സൈസ്. പക്ഷേ ലാർജ് എനിക്ക് ലൂസുമാണ്. എനിക്ക് ആക്ച്വലി മീഡിയമാണ് ഫിറ്റ് ആകുന്നത്. ബട്ട് സ്റ്റിൽ എനിക്ക് ചെറിയൊരു ഇറിറ്റേഷൻ. ഐ റിയലി വോണ്ട് ടു ഫീൽ വെരി കംഫർട്ടബിൾ. ഞാൻ ലൂസ് ഫിറ്റ്സ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനപ്പോൾ മീഡിയം മാറ്റി ലാർജ് എടുത്തു. പക്ഷേ ലാർജ് ശരിക്കും ലൂസാണ് ടു ബി ഓണസ്റ്റ്. ലെങ്ത്തും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതേപോലെ ഇവിടെയും ഇത്രയും ഭാഗം ആക്ച്വലി ലൂസാണ്. സോ ഐ നീഡ് ടു ടൈറ്റ് ഇറ്റ്. ബട്ട് എനിവേസ് ലെറ്റ്സ് ഗോ ടു പനമ്പള്ളി നഗർ ഫോർ അവർ നെയിൽ മേക്ക് ഓവർ. സോ വിൽ സി ദേർ. ബൈ. ഹായ്. അപ്പം ഞാൻ ഇവിടെ പനമ്പള്ളി നഗർ നമ്മുടെ നെയിൽ ആർട്ട് ബൈ റിത മാത്തൻ്റെ നെയിൽ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കേൾക്കുമെന്ന് അറിയില്ല, റോഡ് സൈഡാണ്. ബട്ട് സ്റ്റിൽ അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് നെയിൽസ് എന്തായാലും ചെയ്യാം. നമ്മൾ എക്സൈറ്റഡ്. അപ്പോൾ അത്രേ ഉള്ളൂ. നെയിലാണ് ആക്ച്വലി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോറം മാളൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ അതിനൊക്കെ ഒരു കുഞ്ഞ് സ്ലൈസസ് ആൻഡ് ഗ്ലിംസസ് എന്തെങ്കിലും ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സിമ്പിൾ ഔട്ട്ഫിറ്റാണ് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നൈസ്. ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ.
ചെയ്തു. Done with my nails. How is it? Nice. എനിക്കിഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ക്ലോസ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കൊള്ളാമോ? 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 Nice, nice. ഓക്കെ, സോ ഞാനൊരു റീക്രിയേഷൻ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നെറ്റിച്ചുട്ടി നോക്കിയതാണ് ആക്ച്വലി. എനിക്ക് പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടു. ഇത് ഒരെണ്ണം എടുത്തു. എനിക്കിനി ഒരു ലെൻസ്, പിന്നെന്താ 2-3 സംഭവം കൂടെ വാങ്ങിക്കാറുണ്ട്. സോ നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഞാൻ ഈ 2 ലെൻസ് എടുത്തു ഫോർ എ റീക്രിയേഷൻ ലുക്ക്. ഞാൻ ജസ്റ്റ് ഒരു കമ്മലും കൂടെ ഇങ്ങനെ കളിക്കും. സോ ഞാൻ ജസ്റ്റ് ഒരു കമ്മലും കൂടെ എടുക്കാമെന്ന് ഓർത്തു. ഇത് 3 എടുത്തു. സോ നമുക്ക് അതും കൂടെ നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഒരു കുട്ടി ആക്സസറി ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നേരെ ഫോറം മോളിലോട്ടാണ് പോകുന്നത്. സോ ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഒരു കുട്ടി പർച്ചേസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു കേട്ടോ. ഞാനപ്പോൾ നേരെ പോവാണ്. ആക്ച്വലി ഞാനിങ്ങനെ പബ്ലിക്കിൽ നിന്ന് ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. ദിസ് ഫസ്റ്റ് ടൈം ഐം ഡൂയിങ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ബിക്കോസ് എനിക്കിതൊരു സ്റ്റാർട്ട് ആവട്ടെ എന്ന് ഓർത്തു. സോ ലെറ്റ്സ് ഗോ. മാളിലാണുള്ളത്. ഇവിടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകുന്ന അറിയുന്നുണ്ട്. ഓഫ് ചെയ്തേക്കാം.
ഗൈസ് എങ്ങനെ എൻ്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളിത് ഇവിടെ നിന്ന് ലുലുവിൽ പോയി കയറിയിട്ടാണ് ഹൈപ്പറിൽ. പക്ഷേ അവിടെ നമുക്ക് വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യും. സോ അത്രേ ഉള്ളൂ. സി യു. ഹായ്. സോ ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ ഇന്നാണ് ആ ഒരു ഷൂട്ട് ചെയ്യുന്നത്, ഒരു ബർത്ത്ഡേ ഷൂട്ട്. പ്രത്യേകിച്ച് വലിയ ഷൂട്ടൊന്നുമല്ല, ഒരു കുട്ടി ഷൂട്ടാണ്. പക്ഷെ ഞാൻ ഓർത്തു ദിസ് ടൈം എന്തായാലും ഒരു കുട്ടി ഷൂട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ന് കുഞ്ഞ് ഷൂട്ട് ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത്. ബിക്കോസ് ഞാൻ ചെയ്യുന്ന ആ ഒരു ബർത്ത്ഡേയുടെ നെയിൽസ് ഡൺ അതിൻ്റെയൊക്കെ കൂടെ തന്നെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നി. അപ്പം ഞങ്ങളിത് ഇപ്പോൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് റെഡി ആവുന്നുണ്ട് അവിടെ. അപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒന്ന് നല്ല രീതിയിൽ റെഡി ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ വണ്ടിയിലാണുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും ഒബ്വിയസ്ലി. സോ ഞാൻ അവിടെ ചെന്നിട്ട് ജസ്റ്റ് മേക്കപ്പ് ചെയ്യാൻ ഒരു കുട്ടി ഷോട്ടുകളും കൂടി എടുക്കാം. പിന്നെ ഞങ്ങൾ അൺവിൻഡ് ആംബിയൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അത് ആക്ച്വലി കുറച്ച് നേരത്തേക്ക്, ലൈക്ക് 3 hours നമ്മൾ എടുത്തിരിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. കാരണം നമുക്ക് അത്രയും നേരം തന്നെ കൂടുതലാണ്, 2 hour മതിയായിരുന്നു. പിന്നെ മിനിമം hours 3 hour ആയതുകൊണ്ട് അങ്ങനെ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഒരു കുഞ്ഞ് ഷൂട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ചിലപ്പോൾ ഇന്ന് പറ്റുമെന്നറിയില്ല, ചിലപ്പോൾ ഇന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ വേറൊരു ദിവസം ആയിരിക്കും, അറിയില്ല, നോ ഐഡിയ. ബട്ട് സ്റ്റിൽ ഒരു കുട്ടി സ്റ്റഡ് എന്തെങ്കിലും ഡയമണ്ട് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അഫ്സൽ എനിക്ക് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു. വാങ്ങിച്ചു തരുമോ? തരുമോ? ഓക്കെ. സോ ഞങ്ങളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്സൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ ഓരോ ഡയമണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഇത്രയും നാളുകളൊക്കെ ഒരു 10 വർഷമൊക്കെ കഴിയുവാണെങ്കിൽ 10 ഡയമണ്ട് ആവൂലേ? ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് വിചാരിച്ചു ഓക്കെ അത് നല്ലൊരു ഐഡിയ ആണ് ആക്ച്വലി. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് അതെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണ് എനിക്ക് ഇത്, ഈ ഒരു മോതിരം ദീ കിടക്കുന്ന സ്റ്റട്ടും. അപ്പോൾ അതുകൊണ്ട് അതുണ്ട്. അതിന് മുന്നേ വാങ്ങിച്ചതാണ് ഈ ഒരു റിങ്. അങ്ങനെ അത് ഇതെല്ലാം ഡയമണ്ട് ആണ് കേട്ടോ. അത് ഞാനിപ്പോൾ പറയുമ്പോഴേ ശ്രദ്ധിക്കുന്നത് ശരിയാട്ടോ. അപ്പോൾ നമ്മൾ 2 തവണ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം 2 ഡയമണ്ട്സ് വാങ്ങിച്ചു. അതിന് മുന്നത്തെ പ്രാവശ്യം ഒരു റിങ് വാങ്ങിച്ചു. അപ്പോൾ ഇപ്രാവശ്യം ഒരു കുഞ്ഞ് സ്റ്റാർട്ടും വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെയും ഇങ്ങനെ ഇത്ര നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്കതൊരു അസറ്റായിട്ടും ഉണ്ടാകും. അതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും ആണ്. പിന്നെ നമുക്ക് തന്നെ കയ്യിലും കാലിലും കിടക്കുന്നതായതുകൊണ്ട് ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മൾ വേറെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുന്നതിലൊക്കെ ഒരുപാട് ബെറ്റർ ആണല്ലോ നമുക്ക് തന്നെ അത് ഒരു ഗിഫ്റ്റായിട്ടും ഒരു അസറ്റായിട്ടും ഒക്കെ ഇരിക്കുന്നത്. നിങ്ങളും അത് എപ്പോഴെങ്കിലുമൊക്കെ ക്യാഷിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കും. ലൈക്ക് അത് നല്ലൊരു പരിപാടി, നമ്മൾ കൂട്ടി വെച്ചിട്ട് വാങ്ങിക്കുന്നതൊക്കെ നല്ലതാണ്. ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഓർത്തു അത് നല്ലൊരു ഐഡിയ ആണ്. ഞാൻ ആക്ച്വലി ഒരു വാച്ച് വാങ്ങിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയ വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലക്ഷറി വാച്ച്, കുറച്ചല്ല ലക്ഷറി വാച്ചാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ യൂഷ്വലി ലക്ഷറി വാച്ചസ് ഒന്നും അങ്ങനെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിലുള്ള വാച്ചൊക്കെ ബ്രാൻഡ്സ് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അത്രയും കോസ്റ്റിലോട്ട്, നല്ല കോസ്റ്റിലോട്ട് നമുക്ക് ഗോൾഡിനേക്കാളും റേറ്റിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു വാച്ച് എടുക്കാമെന്ന് ഓർത്ത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർത്തു ഈ പ്രാവശ്യം വേണ്ട. കാരണം ഞാൻ ആക്ച്വലി ഇപ്രാവശ്യം ട്രിപ്പൊക്കെ പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു വെറുതെ എത്രയും ക്യാഷ് ഇപ്പോൾ കളയണ്ട. പിന്നെ അത് മാത്രമല്ല ഡയറക്റ്റ് പോയി വാങ്ങിക്കണം. ഞാൻ നോക്കുന്ന വാച്ചിൻ്റെ ബ്രാൻഡ് ഒന്നില്ലെങ്കിൽ വെർസാച്ചെയാണ്. ഞാൻ ഇന്നലെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോനകത്ത് തന്നെ ഉണ്ടാവും, സെറോസ്കിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നല്ലതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, പക്ഷേ എനിക്ക് കുറച്ചുകൂടി വെർസാച്ചെ വേണമെന്നാണ് താല്പര്യം. ഓക്കെ, അപ്പം അത് ഞാൻ വിചാരിച്ചു പിന്നീട് ഒരിക്കലും നേരെ പോയിട്ട് വാങ്ങിക്കാം. കാരണം നമുക്കിവിടെ ഇന്ത്യയിൽ വേഴ്സാച്ചയുടെ ഔട്ട്ലെറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഇനി നമ്മൾ ട്രിപ്പ് പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ ദിസ് ടൈം വി തോട്ട് ഓഫ് ബൈയിങ് ഡയമണ്ട് വിച്ച് വിൽ ബി നൈസ് ഡെഫിനറ്റ്ലി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് കൂടുതൽ സംസാരിച്ച് ടൈം കളയുന്നില്ല. നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ ഒരു ബർത്ത്ഡേ ഷൂട്ടൊക്കെ ഒന്ന് സ്ലൈസസ് ആൻഡ് ഗ്ലിംസസ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ. ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഹെയർ ആക്ച്വലി ഇറ്റ്സ് ഡൺ. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഫുൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ദ സെയിം ആസ് മൈ നെയിൽസ് ആക്ച്വലി. കാരണം ഇതാണ് ഇപ്പോഴത്തെ കളർ ഓഫ് ദ സീസൺ, ബർഗണ്ടി. സോ അതുകൊണ്ട് അതാണ് ഈ കളറാണ് ചൂസ് ചെയ്തത്. സോ ഒരു കുട്ടി ഷൂട്ടാണ്, ബട്ട് സ്റ്റിൽ സനയിത്താണ് എൻ്റെ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്യാൻ പോവാണ്. ഹെയർ ഒക്കെ കഴിഞ്ഞു. സോ ഇറ്റ്സ് എ ടൈം ഫോർ ഫേസ് ആക്ച്വലി. സോ ലെറ്റ്സ് സീ ആഫ്റ്റർ ഫേസ്. ഹായ്. അപ്പോൾ ഞാൻ റെഡിയായി. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഞാൻ ആഫ്റ്റർ ലോങ് ടൈമാണ് ഇത്രയും
ഹെവി ആയിട്ടൊരു മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ ഹെയർ എനിക്ക് ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഐസും നല്ല ഇഷ്ടമായി. അപ്പോൾ സന എന്ന് പറയുന്ന ഇത്തയാണ് എൻ്റെ മേക്കപ്പ് ചെയ്തത്. ഞാൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആളുടെ പേജ് എന്തായാലും താഴ്ത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഐസും എൻ്റെ ഹെയറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഞങ്ങൾ നേരെ ഞങ്ങൾ തന്നെയാണ് ഷൂട്ട് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നൈട്രജൻ ബലൂൺ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ കടവന്ത്രയിലുള്ളൊരു കടയിൽ പോയിട്ട് നൈട്രജൻ ബലൂൺ വാങ്ങിക്കാൻ പോവാണ്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ബർഗണ്ടി ഷെയ്ഡാണ്. എൻ്റെ നെയിൽസൊക്കെ ഞാൻ അതിനെ മാച്ചായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഔട്ട്ഫിറ്റിന് മാച്ചായി ചെയ്തതല്ല, ഇതാണ് ഇപ്പോഴത്തെ കളർ ഓഫ് ദി സീസൺ, അതുകൊണ്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് അഫ്സൽ എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചതെന്ന് എൻ്റെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ളൊരു ഔട്ട്ഫിറ്റാണ്. ഇറ്റ്സ് എ വെരി മോഡസ്റ്റി വെയർ. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ക്യൂട്ട് ബോ ഉള്ളൊരു നെക്ക് പീസുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് ദ ബീച്ച് എന്ന് പറയുന്നൊരു സ്റ്റോറിൻ്റെ ആണ്. അത് ഞാൻ സൂണൊരു വേറൊരു മിനിമൽ ജ്വല്ലറി വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിതേ നേരെ പോവുകയാണ്. അപ്പോൾ ബ്ലോക്കിൽ ഇവിടെ സിഗ്നലിൽ കിടന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സോ ഞങ്ങളതേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് അതിൻ്റെ ചെറിയൊരു വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ ബലൂൺ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വേണമെങ്കിൽ ഒരു കുട്ടി സംഭവം ഞാൻ കാണിച്ചു തരാം. അത്രയൊക്കെ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ബലൂൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറിൽ വന്നു. നൈട്രജൻ ബലൂണാണ്. അപ്പോൾ ഞങ്ങളിത് വാങ്ങിച്ച് ഫില്ല് ചെയ്തിട്ട് കാറിൽ കൊണ്ടുപോകാൻ ഓർത്തു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇവിടെ ആക്ച്വലി ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ബലൂൺസ് ഉണ്ട്. ഞങ്ങളപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഒരു നമ്പേഴ്സ് 24ഉം 25ൻ്റെ ഒരു നമ്പർ വാങ്ങിച്ചു. സുയ പാട് വേണ്ട, കോപ്പിറൈറ്റ് പോകും. ശരി, അനിരുദ്ധ കോപ്പിറൈറ്റ് പോകും. ഞാൻ ഇടും സത്യമായിട്ട് ഞാൻ ഇടും. അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഹായ്. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കുട്ടി ഷൂട്ടായിരുന്നു. ടു ബി ഓണസ്റ്റ് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാരണം എന്താ വെച്ചാൽ അവിടെ ഭയങ്കര കാറ്റായിരുന്നു. ആ കാറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് മൂഡ് ഓഫ് ആയി. ബിക്കോസ് എനിക്ക് ഒട്ടും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്രയും കാറ്റ് അവിടെയാണ്. ഭയങ്കര കൊടുങ്കാറ്റ് പോലെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇപ്പം എൻ്റെ മേക്കപ്പ് എല്ലാം മാറ്റി കേട്ടോ. കാരണം എനിക്ക് മുഖത്തുനിന്ന് മേക്കപ്പൊക്കെ മാറ്റിയപ്പോൾ ഭയങ്കര സമാധാനമായി. അതുകൊണ്ട് മേക്കപ്പൊക്കെ മാറ്റി. അപ്പോൾ ഞാൻ ആക്ച്വലി കാരണം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യണ ആളല്ല. എനിക്ക് ആക്ച്വലി കുറച്ച് മേക്കപ്പ് ഞാൻ ചെയ്യുള്ളൂ ഫേസിൽ. ഭയങ്കരമായിട്ട് സ്കിന്ന് തന്നെയാണ് എനിക്ക് ആക്ച്വലി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആദ്യമേ ചെയ്തത് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസിലുള്ള മേക്കപ്പ് ഫുള്ള് വൈപ്പ് ചെയ്ത് ലിപ്സ്റ്റിക് ഉൾപ്പെടെ കളഞ്ഞാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഭയങ്കര സമാധാനമുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടി ഗ്ലിംസസ് ഒക്കെ എടുക്കണമെന്ന് ഞാൻ ഓർത്താണ്. ബട്ട് എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ റീലിന് വേണ്ടി ഷൂട്ട് ചെയ്തതായിരിക്കും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഷോട്ട്സ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ബിക്കോസ് എപ്പോഴും ഞാൻ ആക്ച്വലി അങ്ങനെ ചിന്തിച്ചില്ല അവിടെ വീഡിയോ എടുക്കണം, യൂട്യൂബ് വീഡിയോ എടുക്കണ കാര്യം. മെയിനായിട്ട് ഞാനങ്ങനെ അധികം വ്ളോഗ് ചെയ്യുന്നൊരു വ്ളോഗർ അല്ല ആക്ച്വലി. പക്ഷേ എനിക്കിനി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക പുതിയൊരു ചിന്ത. കാരണം എപ്പോഴും ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കുന്ന ഇറ്റ് വിൽ ബി നൈസ്. കാരണം എപ്പോഴും ഹോൾ വീഡിയോസും മേക്കപ്പ് വീഡിയോസും മാത്രമല്ലാണ്ട് ലൈക്ക് നമുക്ക് ഇതും കൂടി ലൈക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടോ, അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ എന്തെങ്കിലും ഇങ്ങനെ ഒരു മൊമെന്റ്സ് വരുമ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടി എടുക്കണം എന്ന് എനിക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച്
ഇങ്ങനത്തെ വീഡിയോസൊക്കെ കൂടി എടുക്കാമെന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഐ എം തിങ്കിങ് ടു ഡു. ബട്ട് എപ്പോഴും ഇങ്ങനെ ഓർത്തിരിക്കില്ല, അങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തിരിക്കില്ല, അതാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വിട്ടുപോയി. പിന്നെ എൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു, കാരണം അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പിന്നെ അത് വിട്ടുപോയി. തുടക്കത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു. നമുക്ക് വെറുതെ പോയിട്ടൊക്കെ ഇരിക്കാനാണെങ്കിൽ ആ സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല രസമായിരിക്കും. ഫ്രണ്ട്സായിട്ട് പോകാനോ അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് പോകാനോ ഒക്കെ നമുക്ക് ചുമ്മാ അവിടെ ഇരിക്കാനൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. ഷൂട്ടിന് ആക്ച്വലി സത്യം പറഞ്ഞാൽ നല്ല കാറ്റ് കാരണം എനിക്കധികം എന്താ പറയുക യൂട്യൂബ് വീഡിയോ ഒന്നും എടുക്കുന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് ഇപ്പോഴായിരുന്നു ഞാനത് ഓർത്തിരുന്നെങ്കിൽ ഞാൻ എന്തായാലും എടുത്തേനെ. പക്ഷെ അത് ഞാൻ ഓർത്തില്ല എന്നുള്ളതാണ് സത്യം. ബട്ട് ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് ഞാൻ കുറേ നാളായല്ലോ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു. ഇനി December 3 എൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ വലിയ ഇതായിട്ടോ അങ്ങനെ സംഭവങ്ങളും എന്താ പറയുക സെലിബ്രേഷൻ അങ്ങനത്തെ സംഭവങ്ങളായിട്ട് എടുത്തതല്ല. ഞാൻ ആക്ച്വലി യൂഷ്വലി എന്തെങ്കിലും ഷൂട്ട് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം വിചാരിച്ചു എന്തെങ്കിലും സിമ്പിളായിട്ടൊരു ഷൂട്ട് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഈ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അഫ്സലും തന്നെയാണ് അതെല്ലാം പ്രിപ്പയർ ചെയ്തത്, റെഡിയാക്കിയത്. ഞാൻ അപ്പോഴും ലാസ്റ്റ് മിനിറ്റ് വിചാരിച്ചു ചെയ്യണോ വേണ്ടയോ, ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ചെയ്യണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അഫ്സലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതിനിപ്പോൾ നമുക്ക് ചെയ്യാം, നമ്മളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ പോയി ഞങ്ങളായിട്ട് തന്നെ നൈട്രജൻ ബലൂണെല്ലാം റെഡിയാക്കി. ബാക്കിയുള്ള ഈ ഡ്രസ്സ് ഞാൻ എൻ്റെ ഈ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇത് ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ഈ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഈ വ്ളോഗ് എടുക്കുന്നതിന് 1 day ബിഫോറാണ് ഈ ഡ്രസ്സ് പോലും പോയി എടുത്തത് ഞാൻ ആക്ച്വലി. അപ്പോഴത്തേക്കും ഇതെനിക്ക് അഫ്സൽ വാങ്ങിച്ചതെന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്, അതാണ് ഞാൻ ഇതിലെടുക്കാൻ ഓർത്തത്. ബട്ട് ഞാൻ ഇതിൻ്റെ എന്തായാലും ഒരു സ്റ്റൈലിംഗ് വീഡിയോ എടുക്കുന്നുണ്ട് സൂൺ തന്നെ, നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഡു ഫോളോ, കാരണം ഞാൻ കൂടുതൽ വീഡിയോസ് അതിലാണ് ഇടുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇടാറുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം ഒരു 3-4 days ഗ്യാപ്പിൽ ഞാനിപ്പോൾ യൂട്യൂബിലും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ഡു ലൈക്ക്, ഷെയർ, കോമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ പിന്നെന്താ, പിന്നെ ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബർത്ത്ഡേ എനിക്ക് എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ എനിക്കൊരു കോമൻറ്റ് സെക്ഷനിൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് പറയാം, നമുക്ക് അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനിയുള്ള വീഡിയോസ് എന്തൊക്കെ കൈൻഡ് ഓഫ് വീഡിയോസാണ്. മിനിമൽ ജ്വല്ലറി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തായാലും അത് എടുക്കുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ഇഷ്ടം അതാണ് ഞാനിപ്പോൾ ആക്ച്വലി എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ സവാനയിൽ നിന്ന് ഒരുപാട് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് വേറെ പണിയിലായിട്ട് ഞാൻ ഓർഡർ ചെയ്തതല്ല, എനിക്ക് ടോപ്സ് ഇപ്പോൾ കുറവാണ്. അപ്പോൾ ഞാൻ ഓർത്തു ടോപ്സ് കുറച്ചുകൂടെ എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ എടുത്താണ്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും വീഡിയോയും കൂടെ ചെയ്യാനുള്ള അത്രയും ഡ്രസ്സുകൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ബർത്ത്ഡേ വിഷും ചെയ്യുക മറക്കല്ലേ കേട്ടോ. ഓക്കെ, അപ്പം വിൽ സീ നെക്സ്റ്റ് വീഡിയോ.